ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ദുർഗ് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് CPM-ഉം കോൺഗ്രസും പാർലമെന്റിൽ ഉന്നയിക്കും. A. റഹീമും ഹൈബി ഈഡനും നോട്ടീസ് നൽകി. വെള്ളിയാഴ്ചയാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലടക്കം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് പാർലമെന്റിലേക്ക് കൂടി എത്തുകയാണ്. ഈ കേന്ദ്രം എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതേസമയം തന്നെ ഇന്ന് അവരുടെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നുണ്ടല്ലോ. വന്ദന ഫ്രാൻസിസ്, മേരി എന്നീ രണ്ട് കന്യാസ്ത്രീകളെയായിരുന്നു കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ പ്രതിഷേധമാണിപ്പോൾ ഉയരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ MP-മാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകുകയും ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നിപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പമാണ് ദുർഗ് ജില്ലാ കോടതി ഇന്ന് ഈ രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കും. ഇന്ന് രാവിലെ തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് സഭയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു ശുഭവാർത്ത കോടതിയിൽ നിന്നും സഭാ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അന്യായമായിട്ടുള്ള ഒരു അറസ്റ്റാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സഭാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിന്റെ വിവിധയിടങ്ങളിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സഭാ നേതൃത്വത്തിനെതിരെയും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾക്കെതിരെയും മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെയുമെല്ലാം വ്യാപകമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യമല്ല. വർഷങ്ങളായിട്ടുള്ള ഈ ആക്രമണം ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ വർഷങ്ങളായിട്ടുള്ള ആക്രമണങ്ങൾ വിവിധയിടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കൂടി കോടതി ഒരു ഇടപെടൽ ഈ ഹർജിയിലൂടെ ഈ ജാമ്യാപേക്ഷയിലൂടെ ചോദിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനൊപ്പമാണ് പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പ്രതിപക്ഷവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അതോടൊപ്പമുള്ള BJP നേതാക്കൾ എല്ലാവരും ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പമാണെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ഓരോ വലിയ ആഘോഷവേളകളിലും ഒക്കെ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പള്ളികളിലെല്ലാം സന്ദർശനം നടത്തുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഉത്തരേന്ത്യയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഈ ഒരു കാര്യം സഭയിൽ തുറന്നു കാട്ടാനായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇരു സഭകളിലും അടിയന്തര പ്രമേയത്തിനും അതോടൊപ്പം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നെല്ലാം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MP-മാർ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം സഭക്കകത്തും പുറത്തും ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും നിർണായകം ഇന്ന് കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവരെ ആക്രമിച്ച് അല്ലെങ്കിൽ ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത ബജ്രംഗദൾ പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ MP-മാരുൾപ്പെടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്തെഴുതുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ ഒരു നടപടിയും ഇപ്പോൾ പ്രതിപക്ഷ MP-മാർ ആവശ്യപ്പെടുന്നുണ്ട്.